ട്രേഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാം ഒന്ന് മാർക്ക് സെറ്റാകട്ടെ. പോയി ഗൈസ്, കിളിയെല്ലാം പോയി എൻ്റെ. ഇന്നത്തേക്ക് എല്ലാ മൂടുമൊക്കെ പോയി എൻ്റെ. ഇതിനെ പേൽതിയാ പറക്കണുണ്ടാവൻ കൊന്നിട്ട് പറക്കണുണ്ടാവുന്നു. കമ്പ്യൂട്ടർ ബേസ് കുറച്ചേ ഉള്ളൂ, നമ്മളെ സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ വേറെ മെയിൻ സ്ഥലത്ത് ഇൻഫോർമേഷൻ പറഞ്ഞ് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്തു. വേറെ കുഴപ്പമില്ല. ബാക്കി ലൈറ്റൊക്കെ ഓണാക്കി സെറ്റാകാം. ആകാശം കാണാൻ കൊള്ളാം കേട്ടോ. അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ജസ്റ്റ് ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് അതിൻ്റെ പരിപാടിയായിട്ട് നടക്കും. ചെടിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടിരുന്നു കേട്ടോ. ഇവിടെയും കൂടി കുറച്ചും കൂടി ഒഴിച്ചാൽ മതി. ഒന്നിങ്ങനെ ഇറങ്ങി കേട്ടോ. ഇത് കൂടുതൽ ഓടാൻ പറ്റില്ല, കാരണം ഇന്ന് കുറേ റൈസ് കഴിച്ച് ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോഴേ തളർന്നു. കുറച്ചും കൂടി നടന്ന് പുഷ് ചെയ്ത് നടന്നാൽ മതി. എനിക്ക് ഇപ്പോഴേ തന്നെ തലയൊക്കെ കറങ്ങണം. അയ്യോ, ഇനി എത്താൻ കുറച്ചും കൂടി ഉണ്ട് ചേട്ടാ. നീ കുളിക്കേണ്ടൊക്കെ പരിപാടി നോക്കുക. കഴിക്കാൻ പോകണം കേട്ടോ. നീ പാത്രമെല്ലാം ഒന്ന് കഴുകി വയ്ക്കട്ടെ. ഇന്ന് കറി ഉണ്ടാക്കണം. ഇപ്പോൾ കറി ഉണ്ടാക്കണം കേട്ടോ. ഡ്യൂട്ടി കയറണം കേട്ടോ. ടൈമായി. ഫോർമേഷൻ്റെ ഇവിടെ കുഴപ്പമില്ല, നമ്മളത് മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്നും നോക്കി വരട്ടെ. ഓക്കെയാണ്. ഇനി അടുത്ത് ഇതിൻ്റെ നോക്കട്ടെ, അനാലിസിസ് നോക്കട്ടെ. മോർണിംഗിൽ കുഴപ്പമില്ല, നല്ലൊരു ട്രേഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. യാ, ഒന്നും പറയില്ല ഗൈസ്, ഒന്നും പറയില്ല. അടിപൊളി ട്രേഡായിരുന്നു മോർണിംഗില്ല. കുഴപ്പമില്ല, ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, കഴിഞ്ഞല്ലോ അല്ല. ഞാൻ മാർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എൻ്റെ ട്രേഡിങ് ഇങ്ങനെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ 11, ഇതിൻ്റെ 11 മണി. ഇനിയും കിടക്കണം 2 മണിക്കൂർ അടുത്ത്, 1.5 മണിക്കൂർ അടുപ്പിച്ചെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ട്രേഡിങ്. കുഴപ്പമില്ല, ഓക്കെ. ഒന്നും പറയില്ല ഗൈസ്, ഒന്നും പറയാനില്ല. ഫുഡ് ഇരിക്കണം കേട്ടോ, കഴിക്കട്ടെ. അതിൻ്റെയൊക്കെ ഫോട്ടോ ഒന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അത് ചെയ്തുകൊണ്ടിരിക്കും. ബൈര പ്ലാനാണ് ഇട്ടിരുന്നത്. ടൈമായി, ട്രേഡിങ്ങിൻ്റെ ടൈമായി. ബൈര പ്ലാനാണ് ഇട്ടിരുന്നത്. പക്ഷേ ഇത് നല്ല റീടെസ്റ്റ് ചെയ്ത് ഇവിടം വരെ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നല്ല റീടെസ്റ്റ് ചെയ്ത് കഴി. ഇനി അടുത്ത് ഈ ക്യാൻഡിലൊന്ന് ക്ലോസ് ചെയ്തിട്ട് എടുക്കാം. ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം ഒന്ന് മാർക്ക് സെറ്റ് ചെയ്തിട്ട് കേട്ടോ. നമ്മൾ ചെറിയ സംഭവങ്ങൾ വിട്ട് മറന്നൊക്കെ പോയാണ്ടല്ലോ, ചുമ്മാ ഐസലടിച്ച് കളയും കേട്ടോ. ഇന്ന് ഇവിടെ നിന്ന് കയറി ഞാൻ ബൈര പ്ലാനാണ് ഇട്ടത്. അയ്യോ, ഞാൻ വീണ്ടും ഒന്ന് കൺഫർമേഷൻ ഒന്ന് നോക്കിയപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത് അങ്ങോട്ടല്ലെന്ന്. ഇത് ഇന്നലത്തെ പോലെ പ്യുവർ മടശനം പറ്റുമല്ലോ. നമ്മൾ ചെറിയായിട്ടൊന്ന് മറന്നു പോകുമ്പോഴാണ് ഇതുപോലെ സംഭവിക്കുന്നത് കേട്ടോ. നമ്മളൊരു പ്ലാൻ ഇടും, ആൾറെഡി ആ പ്ലാൻ തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതായത് നമ്മളൊരു ലോ തന്നെ എപ്പോഴും അതിനെ പാലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തെറ്റൂല, അല്ലെങ്കിൽ മാറിപ്പോവും. ഞാൻ 2 റൂളൊക്കെ ഇടയിൽ ആഡ് ചെയ്തു. 2 റൂൾ ആഡ് ചെയ്തപ്പോൾ ഞാൻ ഒരു റൂളായി. ഓക്കെ, പോയി റീടെസ്റ്റ് ചെയ്ത് ബൈര പ്ലാൻ. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ ഒരു റൂളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. EMA ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് എത്ര പാലിക്കായിരുന്നിരുന്നു ഇപ്പോൾ ഇത് ഉണ്ടായിരുന്നു. ഇന്നാളത്തെ പോലെ മണ്ടത്തരായി പോയേനായിരുന്നു ഇന്നലെ ചെയ്ത പോലെ. സമയത്തുണ്ടല്ലോ ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. അതായത് 1:4, 1:8. 1:8 ഒക്കെ ലക്കാണ്. കാരണം ഇതിൻ്റെ 30 പിപ്പേഴ്സെല്ലാം ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് 1:4 ഒക്കെ തന്നെ ചില സമയത്ത് കുഴപ്പമില്ല. നല്ല ട്രേഡാണ് ഇത്. അടുത്ത എൻ്റെ വേറൊരു റൂളിലെ ബൈ സെല്ലിങ് പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക, 1 മിനിറ്റിൽ വെയിറ്റ് ചെയ്യുക. അടുത്ത് ഇവിടെ നിന്ന് ഞാൻ സെല്ലിൻ്റെ പ്ലാൻ ഇട്ടിട്ട് SL ഇതിൻ്റെ മേലെ വെയിറ്റ് 30 പിപ്പിൻ്റെ. ഇത് 2ാമത്തെ പോയിൻ്റാണ് എൻ്റെ. ഇതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് പോകുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, അത് അവിടെ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചെറിയൊരു ഇതിൽ ആഡ് ചെയ്ത് പോകില്ല. 0.01, 0.0 അങ്ങനെ ആഡ് ചെയ്ത് പോകും. നല്ലൊരു ഐഡിയ ആണ്. ചില സമയത്ത് വെച്ച് അത് ചെയ്യും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയത്ത് അങ്ങനെയാണ്. നമ്മളെ തെറ്റാണെങ്കിൽ എല്ലാം എടുത്തോണ്ടങ്ങ് പോകും. ഞാൻ പറഞ്ഞ എൻ്റെ ട്രേഡ് കംപ്ലീറ്റ് ആവേണ്ടതാണ്. എൻ്റെ ഇതിന് തെറ്റിയതാണ്, അനാലിസിൽ തെറ്റിയതാണ്. അല്ലെങ്കിൽ 70% ഇപ്പോഴേ കംപ്ലീറ്റ് ആകണം. ഇവിടെ നിന്ന് എടുക്കേണ്ടതാണ് ഈ റീടെസ്റ്റ് സമയത്ത്. ഞാൻ ട്രേഡ് ക്യാപ്ചർ ചെയ്യണം. പക്ഷേ ടൈമിങ് കറക്റ്റായി. ടൈമിങ്ങിന് വേണ്ടി കാത്തിരുന്നതാണ് 11 മണിക്കുള്ള. എല്ലാം നല്ലതായിരുന്നു. ഡബിൾ കൺഫർമേഷൻ, 70% എക്സെപ്റ്റ്. ഇവിടെ കേസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. പടം വരയ്ക്കാൻ നോക്കി ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട്. അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻലെറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. കാരണം ശലം കൂട്ടി വെച്ചിരിക്കുക. ട്രേഡ് ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കേട്ടോ.
ഒന്നും പറയാനില്ല. അപ്പോൾ പേഷ്യൻസിൻ്റെ പീക്കാക്കി കളഞ്ഞത് എന്ന് പറഞ്ഞാൽ നേരെ പമ്പ് റൂം ക്ലോറിനേഷൻ അവിടെ പോയി ചെക്ക് ചെയ്യണം. കുഴപ്പമില്ല കേട്ടോ. ക്ലോറിനേഷൻ്റെ ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് പോണ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് അറിഞ്ഞൂടാ. മീറ്റർ ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിട്ട് നിൽക്കും. കുഴപ്പമില്ല, ലെവല് കൂടാണ്, പക്ഷെ മീറ്റർ ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിട്ട് നിൽക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, കമ്പ്യൂട്ടർ ബേസ് ഓക്കെയാണ്. ഇനി സൈഫർ ശാലം കൂട്ടാറുണ്ട്, ഇൻലെറ്റ് കുറച്ചും കൂട്ടാം. ഇനി അനാലിസും കൂടി നോക്കത്തരാണ്. അവിടെ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ, പക്ഷെ എല്ലാം പൊങ്ങി താഴെ വേണം അത്ര. ഇത് നല്ല ടൈം എടുത്താട്ടോ ട്രേഡ് കംപ്ലീറ്റ് ആവാൻ. കുഴപ്പമില്ല, വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ട്രേഡിങ് അങ്ങനെ തന്നെ പോകണം, മനസ്സിലല്ല. ഞാൻ അടുത്തുള്ള എഡിറ്റിങ്, പിന്നെ ഇത് നോക്കണം, കമ്പ്യൂട്ടർ നോക്കണം. പിന്നെ നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഫെയർ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യണം. ഇപ്പം അല്ല, ഒരു 2 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.